ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അടുക്കളയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ മോനൂസിനെ സ്കൂളിൽ കൊണ്ടാക്കിയതിൻ്റെ ശേഷം കടയിലൊക്കെ പോയി എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച അതിനെക്കൊണ്ട് മോനൂസിന് നേരത്തെ പോകണം. അനുവൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. കുട്ടികളെ സ്കൂൾ പറഞ്ഞയക്കുന്ന ആ ഒരു തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ വാങ്ങിച്ച സാധനം എന്ന് പറയുന്നത് എന്താണെന്നറിയാം, നമ്മുടെ ഈ ഗ്യാസ് വെക്കണ ഭാഗത്തെ പിന്നെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറ്റ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചൂടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാവണം, ഉരുകിയിട്ടും പറ്റ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ ഒരു വൃത്തികേട് തോന്നിയിരുന്നു കേട്ടോ എനിക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ പോയിട്ടൊരു ഷീറ്റൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ വില കാര്യങ്ങളൊന്നുമില്ല. മീറ്ററിന് 90 രൂപയുടെ വില വരുന്നത്. ഷീറ്റിനെ ഞാൻ കെറ്റൗട്ട് അടിച്ചു. അതാണ് ആ ഷീറ്റ് കേട്ടോ. പിന്നെ ഇത് പിന്നെ ഞങ്ങളെ ഏട്ടനൊക്കെ ഉണ്ടാകുമ്പം ഏട്ടന് ബോഡി വർക്ക്ഷോപ്പിലൊക്കെ അല്ല പണി. അപ്പോൾ അവർ കൊണ്ടു തന്ന ഷീറ്റായിരുന്നു. അപ്പോൾ ആദ്യം ഇവിടെ ഉള്ള ഷീറ്റായിരുന്നു, ഏട്ടൻ കൊണ്ടുവച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഉരുകി പഞ്ചറായിരുന്നു കേട്ടോ. ആ കലങ്കുല വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് ഈ ഡ്രമ്മിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്യുമ്പോഴൊക്കെ ഒന്നാമത് ഇവിടെ മരങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ ഈ പക്ഷികളൊക്കെ കാട്ടിട്ടിട്ടും അങ്ങനെയൊക്കെ ഒരു കഥയാണ്. അപ്പോൾ പിന്നെ ഞാൻ ആ ഷീറ്റ് അതിൻ്റെ മേലെ ഇട്ടു. അപ്പോൾ എവിടേക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഇതിന് എത്ര നാളത്തേക്കാണാവോ, പക്ഷെ നമ്മൾ ചൂടുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അത് പിന്നെ ഒരു നമ്മളെ പണ്ടത്തെ ആ ഒരു മേശമിലാണ് നമ്മൾ ഗ്യാസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇരുമ്പാണ് അതിൻ്റെ മേലത്തെ ആ ഒരു ഭാഗമൊക്കെ. അപ്പോൾ ഞാൻ അത് കുറച്ചൊരു പെയിൻ്റൊക്കെ പോയിട്ട് കുറച്ചൊരു ഇതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷീറ്റ് ഇടാനുള്ള കാരണം. അല്ലെങ്കിൽ നോർമലായിട്ട് നമുക്ക് കഴിയുമ്പോൾ തന്നെ വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഷീറ്റ് ഇട്ടത്. ഷീറ്റ് ഇടുമ്പോൾ കുറച്ചുകൂടെ ഒരു വൃത്തി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഗ്യാസ് വെക്കണ ഭാഗം സുന്ദരിയാക്കിയിട്ടുണ്ട്. കറി എന്ന് പറയുന്നത് ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ കറി സിമ്പിൾ കറിയാണ്. മത്തൻ താളിച്ചേക്കാണ് കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ മത്തൻ താളിച്ചത്. ചോറായിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ടുണ്ട് അടുപ്പത്ത്, ഉപ്പേരി. അപ്പോൾ അത് വേവിക്കുന്നുണ്ട്. പിന്നെ ആകെ അലങ്കോല പെട്ട് ഞാൻ ആകെ ഒന്ന് വൃത്തിയാക്കണം. ഞാനൊന്ന് കടയിൽ പോയി, അതാണ് അങ്ങനെ ഇതായിപ്പോയത്, നേരം വൈകിപ്പോയത്. കഞ്ഞി കൊടുക്കൊന്നും മോറിയിട്ടില്ല കേട്ടോ. ഇനിയൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ വീതനയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ നല്ലൊരു പ്രധാനപ്പെട്ടൊരു പണിയുണ്ട്. കാരണം എന്താ വിചാരിച്ചാൽ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് വിറകുകൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട. അപ്പോഴൊന്നും ചൂടാവുള്ളൂ. പിറ്റേ ദിവസം രാവിലെ തീ പിടിപ്പിച്ച് കിട്ടാനൊക്കെ നല്ല പാടാവും. അത് വിറക് കത്തിക്കുന്ന ആൾക്കാർക്ക് അറിയണ്ടാവും, നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നൊന്നുമില്ലല്ലോ. പിന്നെ അപ്പോൾ ഞാനിനി കുറച്ച് വിറകുകൾ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വെച്ച് കൊടുക്കട്ടെ. പോരാത്തതിന് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചൂടാവും, ഇങ്ങനെ പുകയൊക്കെ തട്ടുമ്പോൾ ചൂടാവും. അപ്പോൾ ഇനി വിറകെടുക്കാൻ പോട്ടെ. ഇതാണ് ഞാൻ വിറക് വെക്കുന്ന സ്ഥലം കേട്ടോ. അത് ഞാൻ നേരത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വിറകുണ്ട് കേട്ടോ. വിറക് നമ്മൾ കുറച്ച് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. കുറഞ്ഞൊരു ഒരു പച്ചപ്പുണ്ട് വിറകിന്. അത് തുടർച്ചയായിട്ട് ഈ മഴ ഇങ്ങനെ പെയ്തിട്ടാവും. അപ്പോൾ പിന്നെ അത് നമ്മൾ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായി കിട്ടും. പിന്നെ 1-2 കൊള്ളി ഞാൻ കൊത്തി വെക്കും കേട്ടോ, ഒന്ന് തീ പിടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടേ. അല്ലെങ്കിൽ എന്താണെന്നറിയാത്ത പിടിച്ച് കിട്ടൂലേ, വലിയ കൊള്ളിയുമ്പോഴൊന്നും പിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. എത്ര ആൾക്കാരുണ്ട് വിറകില്ലാത്തവരൊക്കെ. പക്ഷെ നമുക്ക് വിറകിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. പൈസ കൊടുത്തിട്ടാണെങ്കിലും വിറക് കൊണ്ടിരിക്കലുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ ബാക്കിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ഉണ്ട് കിട്ടും. ഇതിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളൊരു പേടിയാണ് വിറക് എടുക്കുമ്പോഴേ. പിന്നെ മഴയൊക്കെ അല്ലേ, അപ്പോൾ ഇതിനുള്ളിലൊക്കെ വന്നിരുന്നാലോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പം ഇനി ഓരോന്നിങ്ങനെ കൊണ്ടയക്കട്ടെ, കനം കുറഞ്ഞ കൊള്ളികൾ നോക്കി കൊണ്ടയക്കട്ടെ. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കി തുടച്ചിട്ട് കുറേ കഴിയിട്ട് ഉണങ്ങി കിട്ടാൻ. മേലെന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തി വരിക, ഒരു പൂതൽ പോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അത് മഴ ഇങ്ങനെ അടച്ചു പിടിച്ച ഉണ്ടാവലുണ്ട്. അപ്പോൾ ഗൈസ് മഴ പെയ്തു. ഞാൻ ഇന്നലത്തൊക്കെ തോരിട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ പെട്ടെന്നൊരു മഴ ഉണ്ട് വന്നു കേട്ടോ. ഞാൻ കുറച്ചൊരു വെയിലെ കണ്ടപ്പോൾ തോരിട്ടിട്ടുണ്ടായിരുന്നു. വെയിലല്ല, ചെറിയൊരു വെളിച്ചം കണ്ടപ്പോൾ തോരിട്ടതാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഉണങ്ങി കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഒക്കെ വലിച്ച് വാരി ഇവിടെ കൊണ്ടുപോയി എറിഞ്ഞു. ഒരു ഇതായ തുണികളാണ്, ഒന്നും കൂടി ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ശരിയായില്ല. പിന്നെന്താ, ഞാൻ വിരുമ്പാൻ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, അത് നടന്നില്ല. ഇനി ഏതായാലും മഴയൊക്കെ ഒന്ന് തോരട്ടെ. തുണികളൊക്കെ ഞാൻ ഓരോ ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ടോ. ഇനി പുറത്തേക്ക് ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനേ ഒക്കെ അവിടെ ഇവിടെയൊക്കെ കുളത്തിട്ടു.
ഓ ഗ്യാസ് വെക്കണ സ്ഥലം അടിപൊളിയായിട്ട്. അപ്പം ആ മൂല കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ട്. എന്താ സെറ്റപ്പായി. അപ്പോൾ നമ്മളെ എത്ര ദിവസത്തിനൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഇനി ചൂടിലൊക്കെ ഞാനൊക്കെ ശ്രദ്ധിക്കട്ടെ. ഇനി മോളൊക്കെ ഇവിടെ പണിയെടുക്കുമ്പോഴാവട്ടോ. ഓള് പിന്നെ ഞാൻ എന്താ പറയുക എങ്ങോട്ടേലൊക്കെ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒലുക്ക് വേണ്ടല്ലോ ഉരുളൻകിഴങ്ങ് വറക്കുക അങ്ങനത്തെ പരിപാടി ഗ്യാസുമ്മേൽ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ വേണ്ടാത്ത പണിയൊക്കെ കാട്ടും. അപ്പോഴാണ് ഈ ഷീറ്റൊക്കെ എരപ്പാവല്. ഇപ്പം നല്ല വൃത്തിയിൽ നിൽക്കണുണ്ട്. ഞാൻ അവളോട് പറഞ്ഞാലേ അവൾക്ക് അറിയാമെന്ന് പറയും, പക്ഷെ വിലങ്ങനെ കാട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസ്. അപ്പോൾ ഇതാ മഴ വീണ്ടും വന്നു ചോർന്നു എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. മഴ ചോർന്നു. അപ്പോൾ ഇതാ നമ്മളെ താഴത്തൊക്കെ നന്നായിട്ട് കാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ കൃഷ്ണഗിരിയുടെ നന്നായിട്ട് ഉണ്ടായിട്ട് നമ്മൾ ഓണത്തിന് പൂടാനൊക്കെ ഇഷ്ടം പോലെ പൂവുണ്ടാവും. പക്ഷേ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ കാടൊക്കെ വെട്ടി കളയാറുണ്ട്. എല്ലാ കൊല്ലം അങ്ങനെയാണ് വരല്. അപ്പം അങ്ങനെയൊക്കെ എടുത്ത് നിറച്ച് പോവാണ് കേട്ടോ. അതുകൊണ്ട് അവിടെയൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.